ചാരു സുമരാജിമുഖി സാദരം വരികരികേ പൂവമ്പനെയും നേരെ ഇങ്ങനെ പടക്കെട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ആരും കേൾക്കാത്ത ദാസേട്ടന്റെയും ദേവരാജ മാഷിന്റെയും എല്ലാവരുടെയും പുതിയ പടത്തിൽ തന്നെ കേൾക്കാത്ത പാട്ടുകളുണ്ട് പുതിയ. അപ്പൊ അങ്ങനെ കവർ ചെയ്യുന്നതിനോടും കവർ ചെയ്യുന്നവരോടാണ് ഏറെ താല്പര്യം. ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ സുന്ദരനാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവരും അങ്ങനെ, അവർക്ക് അവരുടേതായ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കാണുന്നതുകൊണ്ടാണ് എനിക്ക് സൗന്ദര്യമുള്ളവനായിട്ട് തോന്നുന്നത്, അല്ലേ? എൻ്റെ കൂടെ വേറൊരാളും കൂടി നമ്മളൊന്ന് സംശയിക്കും. സൗന്ദര്യം എന്ന് പറയുന്നത് സന്നിയുടെ സൗന്ദര്യത്തെ അധിക്ഷേപിച്ചു എങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും ഇതിൻ്റെ എതിരെ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞവർ അവരൊക്കെ പൂർണ്ണമായ സൗന്ദര്യമുള്ളവരാണ്. ഞാനെന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലഫ്റ്റ് ലിപ്പുള്ള ഒരാളായിരുന്നു, ചുണ്ടിന് പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു. അപ്പൊ എന്നെ അറപ്പുളവാക്കുന്നു, എന്നെ കാണുമ്പോൾ അറപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞു. എനിക്കത് ഭയങ്കര ഒരു വേദന. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും വേദനയാണ്. അങ്ങനെ എൻ്റെ കൂടെ ജീവിക്കുന്നവർ എൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ നാളെ ഇവർ പറയില്ല. അപ്പൊ അങ്ങനെ അവർക്കെതിരെയുള്ളൊരു തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത്. ഞാൻ ഒരിക്കലും എൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ, എനിക്ക് അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഒരാളെന്തോ പറഞ്ഞു എനിക്കത് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും സംഗീതപരമായിട്ടും ജീവിതപരമായിട്ടും അതിജീവിക്കാൻ പറ്റാതെ നടക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എവിടെയെങ്കിലും പ്രപഞ്ച സൃഷ്ടാവും ഏൽപ്പിച്ചിട്ടുണ്ടാവും, വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് നമ്മൾ എന്തായാലും നമ്മുടെ ആത്മാർത്ഥത കൊണ്ട് എത്തും. നമ്മൾ ധൈര്യമായിട്ടിരിക്കും, വിഷമിക്കേണ്ട. അയ്യോ അപ്പുടേ നൂറേളു നിണ്ടിപ്പോയായ മിണ്ടിപ്പോയായ കാത്തേറമ്പം കോത്തേ മികിളിന്തയ്യാ നാമാട്ടൈ നാച്ചപ്പകുണ്ട എന്ന് പറഞ്ഞൊരു ഫോക്ക്. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് സിംഗർ സന്നിധാനന്ദൻ. വെൽക്കം. നമസ്കാരം ചേട്ടാ. ചേട്ടൻ്റെ ഒരു പാട്ട് നാടാകെ നാടകം, നാടകം കൂടാനായി തിടുക്കം, പാടിക്കോളൂ. സുരേഷിന്റെയും സുമലത, അതെ, ഹൃദയഹാരിയായ പ്രണയം. ഡോൺ വിൻസെന്റ് അദ്ദേഹത്തിനായിരുന്നു കഴിഞ്ഞ നാത്താൻ കേസുകൂട്ടില് ഡോൺ ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറിന് കഴിഞ്ഞ സംസ്ഥാന അവാർഡ്. അങ്ങനെയൊക്കെ പോകുന്നു. നല്ല പടം, നല്ല പാട്ടുകൾ. വേറെയും അലോഷി എന്ന് പറഞ്ഞ അദ്ദേഹം, അശോകും അലോഷിയും കിടിലം പാട്ട് പാടി. അതെ, മറ്റേ പാട്ട് ഇതിലും കൂടെ അദ്ദേഹം, ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചാണ് ഈ പാട്ട് പാടി. ഈ പാട്ട് കേട്ടിട്ട് തന്നെ തുടങ്ങാം നമുക്ക്. നാടാകെ നാടകം കൂടാനായി ഒരുക്കം, നാലാളായി 40 പിന്നാലെ പരക്കം, ഊരിൽ നീ കുട്ടുവൻ നാട്യത്തിൽ നട്ടുവൻ കനവാലേ എன்ற പോൽ ഊരെല്ലാം മുൻവഴി, നാടകെ നാടകം കൂടാനായി ഒരുക്കം. അതിലെ സ്റ്റെപ്സും ആ ഒരു നാട്ടുകാരുള്ള ഡാൻസും ഒക്കെ ഒരു പുതിയ കാലഘട്ടത്തിന്റെയും പഴയ കാലഘട്ടത്തിന്റെയും ഒരു മധ്യ കാലഘട്ടത്തിന്റെയും. അതെ, 3 കാല സിനിമയിലുണ്ടല്ലോ, ഒരുപാടുണ്ട്. എങ്ങനെയാ അതിലേക്ക് ഡൗൺ വിളിക്കുകയാണോ ചെയ്ത്? ഈ പറഞ്ഞ പോലെ 2007 സ്റ്റാർ സിംഗറിൽ കണ്ട് ആ ശബ്ദം നോട്ട് ചെയ്ത് വെച്ച ഒരാളാണ് ഡോൺ വിൻസെന്റ്. മുൻപരിചയമൊന്നുമില്ല. അപ്പൊ പാടിയ പാട്ടുകളിൽ മുൻപരിചയമില്ലാത്ത, എന്നെ പരിചയമില്ലാത്തവരാണല്ലോ. ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഗോപിച്ചേട്ടന്റെയും ബിജുമാൽ സാറിന്റെയും ദീപക്കേട്ടന്റെയും ഒക്കെ പാട്ട് പാടുന്നതാണ്. സത്യം പറഞ്ഞ അവരുടെ ഒക്കെ പാട്ടുകൾ പാടാൻ പറ്റി. ഷാൻ റഹ്മാൻ അദ്ദേഹത്തിന്റെ ഒരു പാട്ട് പാടിയായിരുന്നു, പറച്ചോനെ ഞങ്ങള് കാത്തോളി, ആ പടത്തിലൊരു പാട്ട് പാടി. അങ്ങനെ സംഗീതം എന്താ പറയാ, വർഷത്തിൽ 1, 2, 3 പാട്ടുകൾ സിനിമയിൽ പാടാൻ പറ്റാറുണ്ട്. അതുകൂടാതെ ഭക്തിഗാനങ്ങൾ ഒരുപാട് ചെയ്യാറുണ്ട്, ഷോസും ഇഷ്ടം പോലെ ചെയ്യാറുണ്ട്. ഇതിൽ ഏതാ ഏറ്റവും ഒരു ഇഷ്ടം, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇഷ്ടം അങ്ങനെയില്ല, എല്ലാം പേടിക്കേണ്ടതാണ്. നമ്മള് റെക്കോർഡിങ്ങിന് പോകുമ്പോൾ ഒരു മുറിയുടെ ഉള്ളിലാണ്, പക്ഷെ അവിടെ നമ്മളെ തിരുത്താനും നമ്മളെ ചീത്ത പറയാനും നമുക്ക് കൂടുതൽ അറിവ് പകർന്നു തരാനുമായിട്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവും. ഒരു പാട്ട് അക്ഷരം തെറ്റി പാടണമെങ്കിൽ അത് പഠിപ്പിക്കാനായിട്ട് അതിൻ്റെ ലിറിസിസ്റ്റ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമുക്കത് വിഷ്വല് കണ്ട് നമ്മൾ മനസ്സിൽ കണ്ട് പാടണം. സിനിമ എന്ന് പറയുമ്പോൾ വിഷ്വല് സംവിധായകൻ പറഞ്ഞു തരുന്ന വിഷ്വൽ എന്താണോ അതിനനുസരിച്ച് സംഗീത സംവിധായകൻ നമുക്ക് കൊടുക്കേണ്ട ശബ്ദത്തിൻ്റെ മോൾഡിങ് എന്താണോ
അതൊക്കെ പറഞ്ഞു തരുന്ന ഒരു കൂട്ടായ ഒരു അധ്യാപനത്തിന്റെ ഒരു വഴിയാണ് പാട്ട്, പിന്നണി ഗാനരംഗം. എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നി. ഇപ്പൊ ഗാനമേളയ്ക്ക് പോവുകയാണെങ്കിൽ ഒരു കുന്നു ജനങ്ങൾ അവിടെ ഉണ്ടാവും. അവിടെ പരിപാടി നന്നായാലും പറയും എന്ന് പറയും. ഇനിയിപ്പോ നന്നായില്ലെങ്കിൽ പിന്നെ പറയും വേണ്ട. അപ്പൊ നമ്മള് കരുതലോടെ ഇരിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ്. എവിടെ ഇപ്പൊ പഠിക്കുന്നത്? തൃശ്ശൂർ തന്നെ, രവിവർമ്മ സാറിന്റെ അടുത്ത്. വേറെ 1-2 കർണാട്ടിക്കാണ്. അപ്പൊ ഈ ചിലര് പറയാറുണ്ട് ഇപ്പൊ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ കാലം അല്ലേ? ഇപ്പൊ നിങ്ങളെ കൂടെ തന്നെ സമകാലികരായവരൊക്കെ ഇൻഡിപെൻഡന്റ് മ്യൂസിക് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ശ്രമിച്ചിരുന്നു ഒരു കൂടുതൽ? ഇല്ല, എനിക്ക് യൂട്യൂബ് ചാനലില്ല. അതെ അതെ അതാ ചോദിച്ചത്. എനിക്ക് യൂട്യൂബ് ചാനലില്ല എന്ന് പറഞ്ഞ കാര്യം ഞാനിപ്പോഴും പക്ഷെ യൂട്യൂബ് ചാനലിനായിട്ട് സ്വതന്ത്രമായ രീതിയിലുള്ള പാട്ടുകളും കാഴ്ചപ്പാടുമുള്ള ഒരുപാട് പാട്ടുകൾ ഒരുക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് നോക്കിയപ്പോൾ വെറുതെ ഒരു ക്യാമറ എടുത്തുകൊണ്ടോ വെറുതെ എന്തെങ്കിലും കുറച്ച് കാര്യങ്ങളെ ഹയർ ചെയ്തുകൊണ്ടോ ചെയ്യേണ്ടതല്ല. ഒരുപാട് ആശയങ്ങളുള്ള പാട്ടുകളാണെല്ലാം. അപ്പോൾ എല്ലാത്തിനും മുൻപേ നടക്കുന്നത് ബജറ്റാണ്. അപ്പോൾ സമയമാവട്ടെ. പിന്നെ നമ്മൾ പാടുന്നത് ഇപ്പോഴാണ് സ്വതന്ത്ര സംഗീതത്തിന്റെ കാലഘട്ടം, ഇപ്പോഴാണ് യൂട്യൂബ് ചാനൽ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ധാരണയൊന്നുമില്ല. അത് എപ്പോഴായാലും എന്നോട് എല്ലാവരും പറഞ്ഞു, എനിക്ക് എന്താ യൂട്യൂബ് ചാനലില്ലയോ? ഈ ചാനലില്ല. അപ്പം എന്താ കാരണമല്ല, ഇങ്ങനെ കുറച്ച് പാട്ടുകൾ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ വലിയ വലിയ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും ഒക്കെ ആയിട്ടുണ്ട് കയ്യിൽ. ഓൺ കമ്പോസിങ്, അതായത് പുതിയതായിട്ട് ഉണ്ടാക്കുന്ന പാട്ടുകൾ ഉണ്ടാവണം. പഴയ പാട്ടുകൾ എടുത്ത് പുതിയതായിട്ട് മറ്റേ ഓർക്കസ്ട്രേഷൻ ചെയ്ത് ന്യൂജൻ ആയിട്ട് വൽക്കരിക്കാതെ കുറെ പഴയ പാട്ടുകളുടെ ശൈലിയിലോ പുതിയ പാട്ടുകളുടെ ശൈലിയിലോ ഒക്കെ ആയിട്ട് പുതിയ കുറെ പാട്ടുകൾ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ. അതായത് മ്യൂസിക് സ്വന്തമായി ചെയ്യാം. മ്യൂസിക് ഞാനല്ല, എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ നമ്മളൊരു മ്യൂസിക് ഡയറക്ടറൊക്കെ കണ്ട് എപ്പോഴും അത് കാലത്തിന് വേണ്ടിയിട്ടുള്ളതായിട്ട് പുതിയതുണ്ടാവണം. പഴയതൊക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞതാണ്. പുതിയതായിട്ട് നമുക്ക് ഉണ്ടാക്കിയാലല്ലേ കുറെ കാലം കഴിഞ്ഞാൽ അത് പഴയതാവും. അപ്പൊ അതുകൊണ്ട് വെയിറ്റിംഗിലാണ്. എന്നെങ്കിലും എൻ്റെ ഒരു സ്വന്തമായിട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ അത് കുറെ ആൾക്കാർ കാണണമെന്നില്ല. എൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഉണ്ട്, ഉടനെ ഉണ്ട്. അതുപോലെ കവർ സോങ്ങുകൾ നല്ലതാണ്. അത് താല്പര്യമുണ്ടോ? എനിക്ക് താല്പര്യമുണ്ട്. ഞാൻ അതിനെ കവർ സോങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിത ജീവിച്ച കാലഘട്ടം സാഹചര്യവും അനുഭവിച്ചുള്ള ഒരു ജീവിത രീതിയിൽ കേട്ട കുറെ പാട്ടുകളുണ്ടാവും. അത് ഒരുപക്ഷെ ഞാൻ കേട്ടിരിക്കണമെന്നില്ല. അപ്പോൾ ഈ കവർ ചെയ്യുമ്പോൾ ഞാനും കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആരും കേൾക്കാത്ത കുറെ പാട്ടുകൾ കൊണ്ടുവന്ന് ഇങ്ങനൊരു പാട്ടുണ്ട് എന്ന് പറഞ്ഞ് കവർ അത്തരം രീതിയിൽ കവർ ചെയ്യാം. അപ്പോഴാണ് നമുക്ക് ചാരു സുമരാജിമുഖി സാദരം വരികരികേ പൂവമ്പനെയും ഇങ്ങനെ പടക്കെട്ടുണ്ടോ? അപ്പൊ ഇങ്ങനെ ആരും കേൾക്കാത്ത ദാസേട്ടന്റെയും ദേവരാജ മാഷുടെയും എല്ലാവരുടെയും പുതിയ പടത്തിൽ തന്നെ കേൾക്കാത്ത പാട്ടുകളുണ്ട് പുതിയ. അപ്പൊ അങ്ങനെ കവർ ചെയ്യുന്നതിനോടും കവർ ചെയ്യുന്നവരോടാണ് ഏറെ താല്പര്യം. അതുപോലെ തന്നെ ഗാനമേളയുടെ പറഞ്ഞല്ലോ, അപ്പൊ ഗാനമേളയിൽ കൂടുതൽ ഭക്തി ഗാനങ്ങള് ഗാനമേളയിൽ ഇപ്പോ ഭക്തി ഗാനമേള എന്ന് പറയുന്നത് വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ. അമ്പലങ്ങളിൽ വളരെ കുറവേ ഉണ്ടാവാറുള്ളൂ. അല്ലാതെയാണ് കൂടുതലും എടുക്കാറ്. സംഗീത പരിപാടി, അതായത് മെഗാ ഷോസ് ഒക്കെയാണ് ഇപ്പോ ഏറ്റവും കൂടുതൽ. സംഗീത പരിപാടികൾ തന്നെ പൂരപ്പറമ്പിലായാലും അല്ലാത്ത ഇടങ്ങളിലായാലും വലിയ ഷോസ് ഒക്കെ നടക്കുന്നുണ്ട്, ദുബായിലും അവിടെ ഇവിടെയൊക്കെ. അതൊക്കെ നമ്മളെയൊക്കെ കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലുള്ള. അപ്പൊ അതിലൊന്ന് പാടുക, അതിലൊന്ന് പാട്ട് പാടി ആർമാദിക്കാം, മുടിയൊക്കെ ഒന്ന് അയച്ചിടുക, കുറച്ചു നേരം സന്തോഷിച്ച് ഇരിക്കുക. 2-3 വർഷം നമ്മള് വലിയൊരു രോഗാവസ്ഥയുടെ ഇതിലാണ്. ഇപ്പോഴും ആ ഭീതിയിൽ തന്നെയാണ്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ മുടി കഴിച്ചിട്ട് പാടുക എന്ന് പറഞ്ഞത് തന്നെയാണ്. എന്നൊരുവൻ മുടി കഴിച്ചാടണ് എന്ന് പറഞ്ഞ പാട്ട് ലാലേട്ടൻ പാട്ട്. അപ്പൊ അങ്ങനെ ഒരു പരാമർശം, ഒരു മോശം പരാമർശം, പാടില്ലാത്തൊരു പരാമർശം ചേട്ടനെയും വിധുചേട്ടനെയും വെച്ച് പറഞ്ഞു. ചേട്ടന്റെ ഒരു ഫോട്ടോയും വെച്ച് വന്നു അല്ലെ? അതങ്ങനെ ഓരോ കലാകാരന്റെ സർഗസൃഷ്ടി അവൻ എങ്ങനെ അവന്റെ താല്പര്യത്തിനനുസരിച്ച് എന്നുവെച്ചാൽ അവൻ റൂട്ട് മാറിയിട്ടോ മദ്യപിച്ചോ മറ്റു രീതിയിലോ ചെയ്യുമ്പോൾ ഒരു അവകാശമൊന്നും എനിക്കില്ല. അയാളുടെ ഒരു സ്വതന്ത്രമായ രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ പോകുമ്പോഴാണ് ഏതൊരു കലയും ഒത്തിരിയും കൂടെ ശോഭിപ്പിക്കപ്പെടുന്നത്. അയാൾ പാടുമ്പോൾ അയാളുടെ വസ്ത്രം, അയാളുടെ ഓർണമെന്റ്സ്, ഇതൊക്കെ നമ്മൾ പാടുമ്പോൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതൊക്കെ നമുക്കതൊരു മറ്റുള്ളവർക്കും കാണുമ്പോൾ എന്നുള്ളൊരു സംഗതി വരുത്തണം. പിന്നെ പാട്ട് നന്നായി പാടണം. ആ മേഡം പോസ്റ്റ് ഇട്ടത് എൻ്റെ വൈഫിൻ്റെയും ഫോട്ടോ നമ്മളെ ചീത്ത പറയും, ഒരു കലാകാരനെ ചീത്ത പറയും. അപ്പോൾ അയാളുടെ വീട്ടിലുള്ള വ്യക്തികളെ പറയാതെ ഒഴിവാക്കുക, അതൊരു
ഒരു സ്ത്രീ തന്നെ മറ്റൊരു സ്ത്രീയുടെ ഫോട്ടോ വെച്ച് അയാളുടെ ഭർത്താവിനെ കുറിച്ച് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീ എത്ര കണ്ട് മറ്റൊരു സ്ത്രീയെ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ്. ആ ഒരു ഇതിന് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ഒത്തിരി പേര് എൻ്റെ സുഹൃത്ത് ബി കെ ഹരിനാരായണൻ, ബിന്ദു ടീച്ചർ, മന്ത്രി ബിന്ദു ടീച്ചർ, എന്നെ പഠിപ്പിച്ച കൃഷ്ണകുമാരി മിസ്, അതുപോലെ എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ. കാരണം ഞാനിത് ഇതിലൂടെ അതായത് ഒരു പബ്ലിക്ലി ഒരു അവയർനെസ് ആണ്. കാരണം ഇങ്ങനെ കുറെ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ വളർത്തണം. അതായത് ഇപ്പോൾ ഇങ്ങനെ പല രീതിയിലുള്ള ഒരു അധിക്ഷേപം നടത്തുക എന്ന് പറയുന്നവരെ നമ്മളൊന്ന് നോട്ട് ചെയ്യണം. കാരണം അത് അടുത്ത തലമുറയ്ക്കും ആ ഒരു സ്വഭാവം പോവാതെ അത് ഇങ്ങനെ പറയാൻ പാടില്ല എന്ന് കുറച്ച് പേരെങ്കിലും മാറ്റി ചിന്തിക്കാനും തിരിച്ച് ചിന്തിക്കാനും വേണ്ടിയിട്ടാണ് ചെയ്തത്. അത് എന്തൊരു എന്താ പറയാ, ഒരു സാമൂഹിക പ്രതിബദ്ധത എന്നുള്ള ഒരു രാഷ്ട്രീയം ആണ് ഉദ്ദേശിച്ചത്. പിന്നെ എൻ്റെ കുറെ സുഹൃത്തുക്കൾ അവരോട് ഇത് പിൻവലിക്കാൻ പറഞ്ഞു. അതുപോലെ അപ്പോൾ അവരൊക്കെ മേഡം ഇവരോട് തിരിച്ച് ചൂടായി. അപ്പോഴാണ് ഞാൻ കേസിൻ്റെതായ കുറെ കാര്യങ്ങളും ചാനലുകളിലൊക്കെ പറയാനുണ്ടായ ഒരു കാരണം. അല്ലെങ്കിൽ ഞാനത് ഇങ്ങനെ വിട്ടേ. പരമാവധി ഒരു കലാകാരനെ അയാളുടെ കലാസൃഷ്ടി നന്നല്ലെങ്കിലും കൂടി അയാളെ നല്ല രീതിയിൽ വിമർശിക്കുകയും അതിന് 10 ഇരട്ടി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു ധർമ്മം. പക്ഷെ ഇന്ന് വെറും വിമർശനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് പലരുടെ എൻ്റെ കാര്യത്തിലല്ല, പല കാര്യത്തിലും സിനിമകൾ ഇറങ്ങുമ്പോഴും അതുപോലെ അതിൽ അഭിനയിക്കുന്ന വ്യക്തികളെ കുറിച്ചും ഒക്കെ. കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു പാട്ടുകാരനായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഇതിപ്പോഴും കേൾക്കാറുണ്ട്. സന്നിക്ക് അതങ്ങനെ ഉണ്ടായി. വലിയ പാട്ടുകാരനാണ്, സ്റ്റേറ്റ് അവാർഡൊക്കെ വാങ്ങിച്ച് ഇന്ന് നിറഞ്ഞു നിൽക്കുന്ന ഒരു സിംഗറാണ് അദ്ദേഹം. അപ്പോൾ ആൾ പറഞ്ഞു, ഇതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുക. ഞങ്ങളിപ്പോൾ ഒരു പാട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവരൊക്കെ ഇപ്പോഴും യേശുദാസിനെ അനുകരിച്ച് നടക്കുന്നവരാണ്, സ്വന്തമായ ശൈലി, നമ്മളിപ്പോഴും നമ്മുടെ ശൈലിയിൽ തന്നെയാണ് പാടുന്നത്. പക്ഷെ ജനങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങളൊക്കെ ഇത് കേൾക്കുന്നതാണ്. അപ്പോൾ ഇത് അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ തള്ളിക്കളയുക എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. ശരിയാണ്. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞത്, ഞാൻ സുന്ദരനാണ് എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരാൾ തന്നെയാണ്. എല്ലാവരും അങ്ങനെ, അവർക്ക് അവരുടേതായ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഞാൻ എന്നെ മാത്രം കാണുന്നതുകൊണ്ടാണ് എനിക്ക് സൗന്ദര്യമുള്ളവനായിട്ട് തോന്നുന്നത്, അല്ലേ? എൻ്റെ കൂടെ വേറൊരാളും കൂടി നമ്മളൊന്ന് സംശയിക്കും. നമ്മളിപ്പോൾ ഒരു ഫോട്ടോ, നമുക്ക് നമ്മളോട് തന്നെയാണ് ഏറ്റവും ഇഷ്ടം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ 3 പേര് കൂടിയോ 2 പേര് കൂടിയോ ഫോട്ടോ എടുത്താൽ ഏറ്റവും അത് നമ്മളെ അല്ലേ? അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സൗന്ദര്യം എന്ന് പറയുന്നത് സന്നിയുടെ സൗന്ദര്യത്തെ അധിക്ഷേപിച്ചു എങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴും ഇതിൻ്റെ എതിരെ പ്രതികരിക്കേണ്ട എന്ന് പറഞ്ഞവരും ഒക്കെ ഒരു കാര്യം ചെയ്യും. അവരൊക്കെ പൂർണ്ണമായ സൗന്ദര്യമുള്ളവരാണ്. ഞാനെന്ന് പറഞ്ഞതിൻ്റെ ഞാൻ ക്ലഫ്റ്റ് ലിപ്പുള്ള ഒരാളായിരുന്നു, ചുണ്ടിന് പ്രോബ്ലം ഉള്ള ഒരാളായിരുന്നു. അപ്പം എന്നെ അറപ്പുളവാക്കുന്നു, എന്നെ കാണുമ്പോൾ അറപ്പുണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര ഒരു വേദന. എനിക്ക് മാത്രമല്ല എൻ്റെ കൂടെ ജീവിക്കുന്നവർക്കും വേദനയാണ്. അങ്ങനെ എൻ്റെ കൂടെ ജീവിക്കുന്നവർ, എൻ്റെ കുഞ്ഞുങ്ങളെ തന്നെ നാളെ ഇവർ പറയില്ല അവന്. അപ്പം അങ്ങനെ അവർക്കെതിരെയുള്ളൊരു തീർച്ചയായിട്ടും പ്രതികരിക്കേണ്ടത്. ഞാൻ ഒരിക്കലും എൻ്റെ പ്രശസ്തിക്ക് വേണ്ടിയിട്ടോ, എനിക്ക് അങ്ങനെ പ്രശസ്തിക്ക് വേണ്ടി ഇങ്ങനെ ഒരു ചീപ്പ് പബ്ലിസിറ്റി ഒരാളെന്തോ പറഞ്ഞു എനിക്കത് ചെയ്യേണ്ട കാര്യമാണ്. ദൈവാനുഗ്രഹം കൊണ്ട് 2007 തൊട്ട് ഒരു 15 വർഷത്തോളം ഞാൻ അതിനെ വിശ്വസിക്കുന്ന ദൈവാനുഗ്രഹം എന്നൊക്കെ പറയുന്ന പോലെ. അതുകൊണ്ട് നമുക്ക് നിലവിൽ നമുക്ക് പ്രശസ്തിക്ക് വേണ്ടി ഒന്നും കാണിക്കണ്ട. നമ്മൾ ഓരോ വർക്കുകൾ ചെയ്യുന്നു, ആ വർക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതിൽ ബിന്ദു ടീച്ചർ എഴുതിയ പോസ്റ്റിന്റെ അകത്തുള്ളൊരിതുണ്ട്, ടീച്ചർ പഠിപ്പിച്ച ആ സ്റ്റുഡന്റ് എങ്ങനെയായിരുന്നു എന്നും, അതുപോലെ ഒരിക്കൽ ഓട്ടോ കാത്തു നിൽക്കുമ്പോൾ ഒരു സെക്കൻഡ് ഹാൻഡ് കാറിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോയതും മന്ത്രി ബിന്ദു ടീച്ചർ എഴുതിയുണ്ടായി. എന്താ ബിന്ദു ടീച്ചറെ പറ്റിയുള്ള ഒരു ഓർമ്മ? ടീച്ചറ് ഞങ്ങള് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തന്നെ ടീച്ചറുണ്ട്. ഇതിലേറ്റവും വലിയൊരു കാര്യം അതുപോലെ കൃഷ്ണകുമാരി മിസ് ഉണ്ട്. ഒരു ഉഷാകുമാരി എന്ന് പറയുന്ന ഒരു ടീച്ചറിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ചരിത്ര അധ്യാപികയാണ്. ആ ടീച്ചർ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ളൊരു ടീച്ചറാണ് കേരളത്തിൽ. എന്നെ പഠിപ്പിച്ച ഒരു ടീച്ചറാണ്. ആ ടീച്ചറും ബിന്ദു ടീച്ചറും മിസ്സും കൃഷ്ണകുമാരി മിസ്സും ഇവരൊക്കെ എല്ലാ ടീച്ചേഴ്സും മാഷന്മാരും കൂടെയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി എന്ന് പറയുന്ന ഒരു മാം വന്നിട്ട് ഞങ്ങളൊരു പ്രോഗ്രാം 3 ഡിഗ്രി കാലത്ത് ചെയ്തത്. അപ്പോൾ ടീച്ചർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും അവരുടെ അടുത്ത് നിന്ന് ഞാൻ കുഞ്ഞു തന്നെയാണ്. അവിടെ ഞാനിപ്പോൾ നമ്മളെ പഠിപ്പിച്ച അധ്യാപകന്റെ ഗുരുവിന്റെ അടുത്തോ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ പഴയ സ്റ്റുഡൻ്റ് ആയിട്ട് അങ്ങനെ വേണം. അപ്പോൾ ടീച്ചർമാരെ എവിടെയെങ്കിലും ഇനിയിപ്പോൾ അതുമല്ല, ടീച്ചർമാർ എൻ്റെ കൂട്ടുകാരികളോ ആരെങ്കിലും ടൗണിൽ എവിടെയെങ്കിലൊക്കെ നിൽക്കണ കണ്ടു കഴിഞ്ഞാൽ
ഞാനപ്പം എന്നെ കൊണ്ട് എനിക്ക് ഒരാളെ കണ്ട എനിക്ക് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കാറുണ്ട്. അത് ഞാൻ ചെയ്തു. ടീച്ചറാ ഞാൻ മറന്നുപോയി, ടീച്ചർ ഓർമ്മയിലുണ്ട്. ഇംഗ്ലീഷാണ് മാം പഠിപ്പിച്ചിരുന്നത്. അതെ, അതാ അത് ചിലപ്പോ ഒരു അമ്മയുടെ സ്നേഹമൊക്കെ ആയിട്ട് ഇപ്പോഴും ടീച്ചറിന്റെ ഉള്ളിൽ ഉണ്ടാവും. അധ്യാപിക എന്നുള്ളതിനേക്കാളപ്പുറത്ത് ബിന്ദു ടീച്ചറും കൃഷ്ണകുമാരി മിസ്സും അവരൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ടീച്ചറും അതേപോലെ ഒരു അധിക്ഷേപം നേരിട്ടിട്ടുണ്ട്, ഒരു വാക്കിന്റെ പേരിൽ അല്ലേ? ടീച്ചർ പറഞ്ഞ ആശയത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. ഒരു കഥാകാരൻ അയാളുടെ ഒരു ആശയം ലോകത്തോട് അവതരിപ്പിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പം കൊണ്ടാണ്. ടീച്ചർ അങ്ങനെ പറഞ്ഞത്, ടീച്ചർ അത് ആ ഒരു ആശയമായിട്ട് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ അത് കറക്റ്റാണ്. തലയിൽ വീട് ചുമന്ന് നടക്കുന്ന സ്ത്രീ, നമ്മളിതൊക്കെ തലയിലേക്ക് വെച്ച് നടക്കുന്നത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട്. അതാണ് നമ്മുടെ ജീവിതമായിട്ടാണ് അത് നമ്മുടെ ജീവിതത്തിനെയാണ് ടീച്ചർ പറഞ്ഞത്. ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കിയത്. എനിക്ക് അതിന് വേറൊരു തരത്തിൽ ചിന്തിക്കാൻ പറ്റി. അതുപോലെ ഹരിയേട്ടൻ്റെ BK ഹരിനാരായണൻ ലിറിസിസ്റ്റിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്, ഭയങ്കര രസമായി. ഞങ്ങൾക്കൊന്നും അറിയാത്തൊരു സന്നിധാനത്തിന് അവിടെയും കാണിച്ചു. 1994 പൂരപ്പറമ്പില് ജനറേറ്ററിന്റെ അടുത്ത് പാവിരിച്ച് കിടക്കുന്ന അല്ലെ, ജനറേറ്ററിൽ ഡീസലും വെള്ളവും ഒഴിക്കുന്ന ഒരു കുട്ടീനെ പറ്റിയാ പറഞ്ഞത്. എവിടെയെങ്കിലും എനിക്കൊരു പാടാൻ അവസരം തരുമോ എന്ന് സ്റ്റേജിൽ പിറകി വന്ന് ചോദിക്കണം. അത് ഞാനന്ന് ഹരി അതിന്റെ തലേ ദിവസം ഞാൻ ഹരിയായിട്ട് വേറെ കുറെ പാട്ടുകൾ, അദ്ദേഹത്തിന്റെ ഹേമന്തമൻ ആ പാട്ടുകൾ അന്നൊരു 5 വട്ടം ഞാൻ ഹരിയുടെ ആ പാട്ട് മാത്രം അടിച്ചു ചെയ്താൽ അന്നത്തെ ഒരു മാനസികാവസ്ഥ അതായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഹരിയുടെ പാട്ട് വിജയ് യേശുദാസ് പാടി, ദാസേട്ടൻ പാടി, എൻ്റെ സുഹൃത്താണ്, എൻ്റെ സുഹൃത്തിന്റെ പാട്ടാണല്ലോ. അപ്പൊ നമ്മളിതൊക്കെ ഞങ്ങൾ ഒരുപാട് കഥയും പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് നടന്നിട്ടുള്ളൊരു കാലമുണ്ട്. അപ്പൊ അവിടെയൊക്കെ എൻ്റെ സുഹൃത്ത് അച്ചീവ് ചെയ്തു എന്നുള്ളൊരു സന്തോഷത്തിൽ ഞാൻ അങ്ങനെ മെസ്സേജ് ചെയ്തു. പക്ഷെ അതിന്റെ പിറ്റേ ദിവസമാണ് ഹരി ഇത് വാർത്തയായിട്ട് കാണുന്നത്. അപ്പൊ താൻ ഇന്നലെ രാത്രി എന്നോട് കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു. ഞാൻ പറയിടും ശരി സാരില്ല, ഇതൊക്കെ വരും, മൈൻഡ് ചെയ്യണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞ ആൾ സാന്ത്വനിക്കും. ഇതിനു മുമ്പ് ഹരിക്ക് ഇത്ര വേദനിച്ചത് എന്താ വെച്ചാൽ ഇതിന് തൊട്ടു മുമ്പ് ഇതിനേക്കാളും ഭീകരമായൊരു പ്രശ്നം FB-യിൽ ഉണ്ടായപ്പോൾ ഞാൻ ഹരിക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് കാണിച്ചു. അപ്പൊ ഹരി പറഞ്ഞു എന്താ താൻ പ്രതികരിക്കാത്തത്, വേണ്ട അത് വേണ്ട, അവര് ഞാൻ പേര് പറയാം. അന്ന് അത് അതും ഒരു ലേഡിയാണ്. കറുപ്പ് എന്നുള്ള പരാമർശം അതല്ല, ഇത് ഒരു 4 വർഷം മുമ്പ്, അതായത് ചേട്ടൻ അഗെയിൻസ്റ്റ് അതന്നെ. എനിക്കെതിരെ അന്ന് ഞാൻ അമ്മ ചോറ് വിളമ്പി തരുമ്പോ ഊണ് കഴിക്കുമ്പോ ഇലയിട്ടതാണ് ആ ചേച്ചിക്ക് ഇഷ്ടമാകുന്നത്. അപ്പൊ ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞാനത് വിട്ടു. പക്ഷെ അന്ന് ഹരി എന്നോട് പറഞ്ഞു ഇതൊരു സാമൂഹികമായ ഒരു അവസ്ഥയാണ്. എഴുത്തുകാരും പാട്ടെഴുത്തുകാരും കവികളൊക്കെ വേറെ തലത്തിലാണ് ചിന്തിക്കുക. നമുക്ക് അവരുടെ അന്ന് എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടല്ല ഹരി പറഞ്ഞത്, പക്ഷെ ഞാനത് അവിടെ വെച്ചു. പക്ഷെ ഇത് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വേദന. അല്ല ഞാനും എൻ്റെ വൈഫും കൂടെയുള്ള ഒരു നല്ലൊരു നിമിഷമായിരുന്നു. അവരൊരു PhD ഡോക്ടറേറ്റിൻ്റെ ഒരു എക്സാമിന് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ. അപ്പോൾ ചായ കുടിക്കും, വിശന്നിട്ട് വയ്യ, ചായയെങ്കിലും ഒന്നും കിട്ടാല്ലേ. രാവിലെ അവിടെ ചെന്നിറങ്ങി കൂളിയും കാര്യങ്ങളും കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടാല്ല. കുറേ ദൂരം നടന്നു പോയിട്ട് നമ്മൾ ചായ കുടിക്കുന്നത്. അപ്പം എത്ര ദൂരം നടന്നാലും കിട്ടുമെന്ന് പറഞ്ഞ് ഒരു ഫോട്ടോ എടുത്ത് അത് എന്തോ ഒരു കാര്യത്തിന് കുറെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തു. പിന്നെ അതങ്ങനെ ആയിപ്പോയി. പക്ഷെ അത് ആണ് ഇങ്ങനെ കാണുമ്പോൾ കോമാളിയെ പോലെ തോന്നുന്നു, അറപ്പുണ്ടാക്കുന്നു എന്നൊക്കെ പറഞ്ഞു. അത് ശരിയല്ല. അല്ല, ഒരിക്കലും അല്ല. ഈ പറഞ്ഞ പൂരപ്പറമ്പിലെ കാലം ഉണ്ടല്ലോ, ആ കാലം എങ്ങനെയായിരുന്നു? അതായത് ഏത് വയസ്സ് തൊട്ടായി? ഏകദേശം എനിക്കൊരു 13 വയസ്സ് തൊട്ട് തുടങ്ങി. 13 വയസ്സ് തൊട്ട് ഏകദേശം ഒരു 20 വയസ്സ് വരെയൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴേ പോയതാണ്. രാത്രി പോവോ? രാത്രിയും പകലൊക്കെ പോകും. അന്ന് എന്തായിരുന്നു ഈ ഒരു ഉപജീവനം എന്നുള്ള രീതി? അന്ന് ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വായനശാലയിൽ ലൈബ്രറിയനാണ്. ഗ്രാമീണ വായനശാലയിൽ, തയ്യൂർ ഗ്രാമീണ വായനശാല അവിടെ ലൈബ്രറിയാണ്. അത് 2007 IDA സ്റ്റാർ സിംഗർ വരെ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ലൈബ്രറിയനായി. അന്ന് ഇങ്ങനെ കുറെ നടന്ന് ഒരു വേദിയിൽ എത്തുമ്പോഴാണ് ഒരാളോട് പാടിക്കോട്ടെ എന്ന് ചോദിക്കുമ്പോ അല്ലെ പാടാൻ പറഞ്ഞത്. അത് ചിലപ്പോ സെലക്ടഡ് വേദി ആയിക്കൊണ്ടൊന്നും ഒരുപാട് വലിയ ഓർക്കസ്ട്ര. എത്ര കൊല്ലം കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു അവസരം കിട്ടിയത്? അത് ഏകദേശം ഒരു 10ലാണ് എനിക്ക് പൂർണ്ണമായിട്ടൊരു വേദി കിട്ടുന്നത്. 10ാം ക്ലാസ്സിൽ ഒന്ന് എൻ്റെ നാട്ടിൽ നടന്നൊരു ഗാനമേള, പിന്നെ ഒന്ന് ഒരു 4 പീസ് ഓർക്കസ്ട്രയൊക്കെ വെച്ച് ചെറിയൊരു പേര്. അതിൽ ഒരു നാട്ടുകാരിലൊരാൾ പാട്ട് കൊടുക്കട്ടാ എന്ന് പറഞ്ഞ് അങ്ങനെ ഉന്തി കയറി അതിൽ ഞാൻ പാടിയിട്ട് ഭക്തിഗാനങ്ങളാണ് പാടിയത്. ഒരു പാട്ട് പാടി. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വീണ്ടും ജനറേറ്ററിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പം അത് കഴിഞ്ഞ്
കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അന്ന് എപ്പോഴും ഒരു സ്ഥലത്ത് ഇങ്ങനെ പാട്ട് പാടാൻ വന്ന ഒരു ഗുരുനാഥനാണ് തൃശ്ശൂർ ശ്രീ രവിവർമ്മ. അദ്ദേഹത്തിൻ്റെ കീഴിലാണ് പിന്നീട് എൻ്റെ സംഗീത ജീവിതം തുടങ്ങുന്നത്. ആളാണ് പല പാട്ടുകളും എൻ്റെ വോയിസിന് പറ്റിയ കുറേ പാട്ടുകൾ സെലക്ട് ചെയ്ത് അത് പഠിപ്പിച്ച് സ്റ്റേജിൽ പാടിപ്പിച്ച് എന്നൊരു പ്രൊഫഷണൽ സിംഗർ അല്ലെങ്കിൽ ഒരു റെക്കോർഡിങ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പാട്ടാണ് ഏറ്റവും ആദ്യം റെക്കോർഡിങ്ങിന് പാടിയതും അദ്ദേഹത്തിന്റെ പാട്ടായിരുന്നു. അതിലിങ്ങനെ ഇരുമുടി താങ്കി ഇരുമുടി താങ്കി അത് ഹരിയുടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ പാട്ട്. അതാണ് ഗാനമേളകൾക്കും ഇപ്പോഴും എന്റെ ഇൻട്രോ സോങ്. അതാ ആ ഒരു ഓർമ്മ ഇതില് യൂട്യൂബിലൊക്കെ അടിച്ചാൽ വരും. അതെ അതെ, ഏഷ്യാനെറ്റിന്റെ സംഗീത പരിപാടിയിൽ 100ാമത്തെ ദിവസം ഞാൻ പാടിയത് അതാ. അത് ഈ പറഞ്ഞ പോലെ അതിന്റെ ഡയറക്ടർ വീട്ടിൽ ഷൂട്ടിനായി വന്നപ്പോൾ അമ്പലത്തിലൊരു ഷൂട്ട് വേണം. അപ്പൊ ഞാൻ എൻ്റെ മാഷ എല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങൾ പാടി. ഈ പാട്ടാണ് ഞാൻ പാടിയത്. അന്ന് സാറിന് കത്തിയതുകൊണ്ട് അപ്പൊ അന്ന് ഒരു 100ാം ദിവസം ആഘോഷത്തിന് സാറ് ആ പാട്ട് പാടിപ്പിച്ചതാണ്. അതാണ് ഇപ്പോഴും എല്ലാവരും കാണുന്ന ഒരു നടുവളഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന ഒരു കുഞ്ഞുരൂപം. അയ്യപ്പ ഗാനങ്ങൾ എന്നും പേര് പോലെ തന്നെ. പേരെങ്ങനെയാ? പേര് അച്ഛൻ ശബരിമലയില് അയ്യപ്പ അടിപൂട്ടിയാണ്. അപ്പോ എനിക്കൊരു ഏകദേശം 6 മാസം ഒക്കെ പ്രായമുള്ളപ്പോ അച്ഛൻ ശബരിമലയെ കൊണ്ടുപോയി ചോറ് തന്നു. പിന്നെ നമ്മൾ അവിടുത്തെ ഒരു ഡിവോട്ടി, നിന്റെ ശബ്ദം ഞാൻ മലയ്ക്കുമ്പോഴും പറയും ശബ്ദമൊക്കെ ശരിയാവൂട്ടാ, ചുണ്ടൊക്കെ ശരിയാവും, നീ സ്വാമീനെ വിളിച്ചോ എന്ന് പറഞ്ഞേ. അപ്പൊ അങ്ങനെ ഒരു നമ്മള് പിന്നെ എൻ്റെ നാട്ടിലത്തെ നാരായണൻ എന്ന് പറഞ്ഞ ഗുരുസ്വാമി, പിന്നെ നാട്ടുകാര്, എനിക്ക് ഏറ്റവും സ്നേഹവും ഏറ്റവും റെസ്പെക്റ്റും ഉള്ളത് എൻ്റെ നാട്ടുകാരാണ്. ഇത് പറഞ്ഞല്ലോ നമുക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതാകുമ്പോ തൊട്ട് ജന്മനാ ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ. അപ്പൊ പാട്ട് എപ്പോ മുതലാണ്? പാട്ട് എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ടുണ്ട്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ തൊട്ട് നമ്മുടെ അമ്പലത്തിൽ അമ്മ കൊണ്ടുപോകും. അല്ലെങ്കിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് അമ്പലം. എല്ലാവരും കുളത്തിൽ കുളിക്കുക, നേരെ മണ്ഡലമാസമായാൽ അല്ലെങ്കിൽ അമ്പലത്തിൽ പോവുക, ഭജന ചൊല്ലുക. അത് കഴിഞ്ഞ് പിന്നെ സ്കൂളിലാണ് പാട്ട് എന്ന് പറയുന്ന ഒരു സംഭവം എൻ്റെ ജീവിതത്തിലേക്ക്. എൻ്റെ ടീച്ചർ, സിസിലി ടീച്ചർ എന്ന് പറഞ്ഞൊരു ടീച്ചർ 3ാം ക്ലാസ്സിൽ, പിന്നെ എന്നെ പഠിപ്പിച്ച സൂര്യമാഷ്, മാടമ്പ് കുഞ്ഞുകുട്ടൻ സാറിൻ്റെ ഒരു ബ്രദർ, ആ സാറ്, അവരൊക്കെയാണ് എൻ്റെ പാട്ടിന് സ്കൂൾ തലത്തില് മോൾഡ് ചെയ്തത്. 2007 സ്റ്റാർ സിംഗർ ആയി എനിക്കൊക്കെ ആദ്യം കാണുന്ന ഓർമ്മ റിമി ചേച്ചിയുടെ കൂടെ കരളിന്റെ കരളി എന്നോടൊന്ന് ചിരിക്കും. ഒരു നീല പാന്റും ഒരു കുറെ വള്ളികളൊക്കെ പിന്നെ ഏതൊക്കെയോ കുറെ അടിപൊളി പാട്ടുകളുണ്ട്. അന്ന് ഹൃദയവാഹിനി ഒഴുകുന്നു നീ മധുര സ്നേഹ തരംഗിണിയായി, മധുര സ്നേഹ തരംഗിണിയായി. ഏറ്റവും സ്കോർ കിട്ടിയാൽ ഏറ്റവും മെമ്മറബിൾ ഏതായിരുന്നു പാട്ട്? ഐഡിയ സ്റ്റാർസ് എന്ന് പറയുന്നത് തന്നെ മെമ്മറബിൾ. നമ്മുടെ ഇന്നലെ വരെ ജീവിച്ച ജീവിതത്തിൽ നിന്നും വേറൊരു സന്തോഷമായ, അല്ലെങ്കിൽ സംഗീതം കൊണ്ട് എന്തൊക്കെ ആഗ്രഹിക്കുന്നു, ആരുടെയൊക്കെ മുമ്പിൽ ചെല്ലണം എന്ന് ആഗ്രഹിക്കുന്നു, അങ്ങനെയൊക്കെ കൊണ്ടു തന്ന ഒരു സംഗീത ഒരു റിയാലിറ്റി ഷോ ആണ് ഐഡിയ സ്റ്റാർസ്. അപ്പോൾ അത് എല്ലാം ഓർമ്മകളാണ്. അതിൽ നാടൻപാട്ട്, എനിക്ക് നാടൻപാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നാടൻപാട്ട് പാടാൻ വന്നപ്പോൾ സിനിമാ നടി ഗീത മാം വന്നത്. നമ്മൾ പഞ്ചാഗ്നിയും വാത്സല്യവും ഒക്കെ ആരീരം രാരീരം രാരാരും ഒക്കെ ഞാൻ പെട്ടെന്ന് ഓർത്തെടുക്കുക. അപ്പൊ അന്നത്തെ സന്തോഷങ്ങളായിരുന്നു. അപ്പൊ രാമായണക്കാരൻ അപ്പൊ ആ മാം വന്നിട്ട് ഫോക്ക് റൗണ്ടിനെ കുറിച്ച് ഭയങ്കരമായിട്ട് തമിഴില് ഒരുപാട് പ്രശംസിച്ചതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈയിടെ വിട്ടുവരുന്ന ജയവിജയൻ സാറില് KG ജയൻ സാർ വന്നു, നമ്മളെ ഭയങ്കരമായിട്ട് ബ്ലെസ്സിങ്. അങ്ങനെ ഒത്തിരി നമ്മൾ നേരത്തെ സംസാരിച്ച അതേ വിഷയത്തിലെത്തുമ്പോ ജാസി ഏട്ടനും ഇതുപോലൊരു കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരു ഇൻസിഡന്റ്, ഒരു എഴുത്തുണ്ടായി അല്ലെ, ഇങ്ങനെ ഒരു വേണ്ടാത്ത ആവശ്യമില്ലാതിരുന്ന ഒരു പരാമർശം പുള്ളിക്കെതിരെ ഉണ്ടായി. എല്ലാവരെയും സാർ എന്ന് വിളിക്കുന്നിടത്ത് ബഹുമാനമില്ല. എല്ലാവരെയും ബഹുമാനിക്കുന്നിടത്ത് മാത്രമേ ബഹുമാനം ഉണ്ടാവുന്നുള്ളൂ. സാർ എന്ന വിളിയില് ബഹുമാനം ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പൊ നമ്മളിപ്പോ എങ്ങനെ ഏത് കടയിൽ ചെന്നാലും എന്ത് സാധനങ്ങൾ മേടിക്കാൻ ചെന്നാലും നമ്മളെ സാറെന്ന് വിളിക്കും. പക്ഷെ അത് ബഹുമാനം കൊണ്ടല്ല, അതൊരു പ്രൊഫഷണലിസമാണ്. ലജ്ജാവതി എന്ന് പറയുന്ന ഒരു കാലഘട്ടം ഉണ്ട്, നമുക്ക് ഒരു ലജ്ജാവതി കാലഘട്ടം അല്ലേ. അപ്പോ അങ്ങനെ സ്നേഹത്തുമ്പി ഞാനില്ലേ കൂടെ, അങ്ങനെ ഒരു പാട്ട് അദ്ദേഹത്തിന്. നമുക്ക് ജാസിയേട്ടൻ എന്ന് പറഞ്ഞൊരാളിൽ നിന്ന് വന്ന ഒരു പാട്ടാണോ നമുക്കറിയാം. തൂവെള്ള തൂന്നുഷസിൽ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ ഇത്രയും അടിപൊളി പാട്ടുകൾ തന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു പാട്ട് റണ്ടക്ക എന്ന് പറഞ്ഞ പാട്ടൊക്കെ ആളാണ് പാടിയത്, മ്യൂസിക് അദ്ദേഹമല്ല. അപ്പോ അതൊക്കെ ഒരു
അതൊരു റെസ്പെക്റ്റ് ചെയ്യേണ്ട വ്യക്തികളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. റെസ്പെക്ട് ചെയ്യുകയും സ്നേഹിക്കുകയും ചെയ്യാം. അപ്പൊ പിന്നെ എല്ലാവരും സന്തോഷമുള്ളവരാവും. ജാസേട്ടന്റെ ഒരു ഡെഡിക്കേഷൻ പോലെ ഒരു പാട്ട് പറഞ്ഞ ഏതാ പാട്? ഒരു അടിപൊളി പാട്ട് കേട്ടെ. ജില്ലയല്ലേ ജില്ലയല്ലേ തും തന്നക്കിട ജില്ലയല്ലേ, ജില്ലയല്ലേ ജില്ലയല്ലേ തും തന്നക്കിട ജില്ലയല്ലേ, അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീയൻ പൊൻതൂവൽ വീശി നിന്നു, അന്തിക്കടവത്ത് അമ്പിളി കൊമ്പിൽ കള്ളിക്കുയിലാൽ നീ പാടി, തുള്ളിത്തിരതല്ലും തുള്ളാരക്കാറ്റിൽ മാനായി മാറി മാറി. ഒരു കാലഘട്ടമാണ്, ഒരു കാലഘട്ടമാണ് അങ്ങനെ ഞങ്ങളെയൊക്കെ ഒരു സ്കൂൾ കാല. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത കാലങ്ങൾ സമ്മാനിച്ചവരാണ്. അവരെ വിമർശിക്കാതിരിക്കുക, കുറ്റം പറയാതിരിക്കുക, അവരെ വേദനിപ്പിക്കാതിരിക്കുക. ഇനിയും അതുപോലത്തെ ഒരുപാട് നല്ല സൃഷ്ടികൾ നമുക്ക് തരാൻ അവരെ അതിനുവേണ്ടി സജ്ജരാക്കുക. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാകുമ്പോൾ നമുക്കത് കിട്ടും. ഇപ്പൊ കേരളമൊക്കെ കടന്ന് തെലുങ്കില് പോയി അല്ലെ, ജഗമേ തന്തിരം സന്തോഷ് നാരായണ സാറിന്റെ അതൊരു കൊറോണ കാലത്ത് എനിക്ക് കിട്ടിയ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട്. കാരണം എല്ലാവരും സംഗീതപരമായിട്ടും ജീവിതപരമായിട്ടും അതിജീവിക്കാൻ പറ്റാതെ നടക്കുമ്പോഴും നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് എവിടെയെങ്കിലും പ്രപഞ്ച സൃഷ്ടാവ് വെച്ചിട്ടുണ്ടാവും. അവിടേക്ക് നമ്മൾ എന്തായാലും നമ്മുടെ ആത്മാർത്ഥത കൊണ്ട് എത്തും. നമ്മൾ ധൈര്യമായിട്ടിരിക്കും, വിഷമിക്കേണ്ട. കൊറോണ കാലവും ഈ സമയവും കഴിഞ്ഞു പോകും എന്നൊക്കെ പറയുന്നത് പോലെ എനിക്ക് കിട്ടിയ ഒരുപാട് അനുഭവങ്ങളാണ്. ഒന്ന് ഈ ജഗമേ തന്തിരത്തിലെ പാട്ട്, ഗോപി സുന്ദർ അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിട്ടുള്ള എന്നെക്കുറിച്ച് ബി കെ ഹരിനാരായണൻ എഴുതിയൊരു പാട്ട്, പിന്നെ എന്നെ കമ്പോസ് ചെയ്യാൻ ഏൽപ്പിച്ച കുറേ ഡിവോഷണൽ വർക്കുകൾ ആ കാലത്ത് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ വലിയൊരു എന്താ പറയുക, അർഹതയുള്ളവയുടെ അതിജീവിക്കൽ എന്ന ഡാർവിൻ സിദ്ധാന്തമൊക്കെ പോലെയാണ്. ഭയങ്കര സന്തോഷം. അതിൽ അയ്യോ അപ്പുടേ നൂറേളു മിണ്ടിപ്പോയായ കാത്തേറമ്പം കോത്തേ മികിളിന്തയ്യാ നാമാട്ടൈ നാച്ചപ്പകുണ്ടാ എന്ന് പറഞ്ഞൊരു ഫോക്ക്, ഒരു ഡെത്ത് സോങ് ആണ് അത്. എന്നോട് ഇങ്ങനെ പാടണം എന്ന് അവിടുത്തെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞപ്പോൾ ഇങ്ങനെ വല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ. അപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ മരിച്ചപ്പോൾ ഇതുപോലത്തെ ഒരു പ്രത്യേക തരം കുറുങ്കുഴൽ എന്നൊക്കെ പറഞ്ഞ ഇൻസ്ട്രുമെന്റ് ഉണ്ട്, മരം, അതൊക്കെ കുട്ടിപ്പാടുന്ന എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്. അയാളുടെ അമ്മ മരിച്ചപ്പോൾ ഇതേ സിറ്റുവേഷൻ ആയിരുന്നു. അപ്പം അതുകൊണ്ട് എനിക്കത് പാടുമ്പോൾ അതിങ്ങനെ ഇതിങ്ങനെ മനസ്സിൽ വന്നു. അങ്ങനെ പാടാൻ പറ്റി. അത്രയും വലിയൊരു മ്യൂസിഷ്യന്റെ കീഴിൽ പാടാൻ പറ്റി. അതുപോലെ തന്നെ ഇപ്പൊ ഐഡിയ സ്റ്റാർ സിംഗറിന് ശേഷം ഒരു ജീവിതം എന്ന് പറയുന്നത് എങ്ങനെ ഒരു വലിയൊരു മാറ്റമാണോ, അതോ ഈ 17 വർഷം നോക്കുമ്പോൾ ഒരു ഗ്രാഫ് ഇങ്ങനെയൊക്കെ തന്നെ വെള്ളിക്ക് തന്നെ പോയിട്ടുള്ളൂ. ഇനി താഴത്തേക്ക് പോയി അത് എന്റെ കയ്യിൽ പോണ്ട ഉള്ളത് പറയാം. അത് കൂടുതൽ മെച്ചപ്പെടും. ഇപ്പൊ ഈ കമന്റ്സ് ആണെങ്കിലും എനിക്ക് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടാമെന്നുള്ളൊരു ചിന്തയാണ് എനിക്കുണ്ടായിട്ടുള്ളത്. അപ്പം 2007 ഞാനൊരു അതിൽ സംഗീത പരിപാടിയിൽ വന്നു. ഞാൻ ചെറിയൊരു വീട് വെച്ചു. പിന്നെ വിവാഹം കഴിഞ്ഞു. 2 അമ്മ, ഭാര്യ, 2 മക്കള്. അങ്ങനെ പിന്നെ സിനിമയിൽ വർഷത്തിൽ 1, 2, 3 പാട്ടുകൾ വർഷത്തിലുണ്ടാവും. അങ്ങനെ എല്ലാ വർഷവും സിനിമയിൽ പാടാൻ കഴിഞ്ഞു. 2007 തൊട്ട് 2008 തൊട്ട് എല്ലാ വർഷവും 1, 2 പാട്ട് സിനിമയിലുണ്ടാവും. ഒക്കെ പോരെ. അതുപോലെ തന്നെ ഇപ്പൊ മലയാളത്തില് നമുക്ക് പറയാനുണ്ട് ബിജേട്ടന്റെ പാട്ട് കുറെ ഒരു 5-6 പാട്ട് സിനിമയ്ക്ക് തന്നെ പാടിയിട്ടുണ്ട്. അതിൽ ഏറ്റവും എനിക്ക് ഹിറ്റ് ഹരിയുടെ തന്നെ ഒരു പാട്ടാണ്. ഹരി ബിജിപാൽ സാറും കൂടെ ഉള്ള ഒരു പാട്ടാണ്. അപ്പോൾ ബി കെ ഹരിനാരായണൻ, ബിജിപാൽ സാർ ഇവർ രണ്ടാളെയും പാട്ട് പാടിയത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിലത്തെ എല്ലാ പാട്ടും പാടിയിട്ടുണ്ട്. അതിൽ കയ്യിൽ കയറായി കരിമ്പൂത്തും പൂറത്ത് കണ്ണൂരുട്ടി മണ്ണിളക്കി കാലൻ മരുന്നേ കാല പെരുങ്കാല പിന്നെ കാണാ പരലോകം കാണാൻ ഞങ്ങളില്ലേ. എല്ലാവരും അതിൻ്റെ അടിയിൽ കമന്റ്സ് ഒക്കെ അതിൽ ഒരു വരി ഉണ്ടായിരുന്നു പല്ലവില്. അത് കേൾക്കാനാണ് ഏറ്റവും ഇഷ്ടം എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ ഞാനത് എനിക്ക് ഭയങ്കര സന്തോഷം. ചെന്തി പോലൊരു മാലാഖ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വിളിച്ചാലോ നാളത്തെ വണ്ടിക്ക് വന്നോളാമെന്ന് കള്ളം പറഞ്ഞ് നമ്മ മെല്ലെ മുങ്ങും.
അപ്പോൾ ഇനി ഒരുപാട് വേദികളും ഒരുപാട് മലയാള സിനിമയിൽ ഒരുപാട് ഓർമ്മിക്കാവുന്ന പാട്ടുകളൊക്കെ ചേട്ടനെ തേടി എത്തട്ടെ. കൂടുതൽ കൂടുതൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും. താങ്ക് യു.